ഒരു കാരണവശാലും ഏതൊരു വീടിന്റെയും തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്ന കന്നിമൂലയിൽ ടോയ്ലറ്റ് വരാൻ പാടില്ല. വീട്ടിൽ ഭാര്യയും ഭർത്താവും തങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളും ഗൃഹനാഥയ്ക്ക് ആരോഗ്യ പ്രശ്നം മാത്രവുമല്ല സാമ്പത്തിക പ്രശ്നങ്ങളും ഇത് സൃഷ്ടിക്കും. വാസ്തുവിനെ പറ്റി പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ആദ്യമായിട്ട് ഓടി വരുന്ന ചിത്രം എന്ന് പറയുന്നത് കന്നിമൂലയാണ്. അപ്പോൾ ഈ കന്നിമൂലയിൽ ടോയ്ലറ്റ് വന്നാൽ എന്തൊക്കെ ദോഷങ്ങൾ ഒരു വീട്ടിൽ സംഭവിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. ഭൂരിഭാഗം വീടുകളിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. 100 വീട്ടിലും വരണമെന്നില്ല, പക്ഷേ 95% വീടുകളിലും വരാനുള്ള സാധ്യത ഉണ്ടെന്ന് ചൈനീസ് വാസ്തുവിലയായ ഫെങ്ഷുയിൽ പറയുന്നുണ്ട്. ഒരു വീടിനെ നമ്മൾ കറക്റ്റ് 9 ഡിവൈഡ് ചെയ്യും. അതായത് 8 ദിക്കുകളും ഒരു ബ്രഹ്മസ്ഥാനവുമായിട്ട് ഒരു വീടിനെ ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ തെക്കു പടിഞ്ഞാറെന്ന് പറയുന്ന ദിക്കിൽ, അപ്പൊ പലരുടെ ഒരു സംശയം, സാറേ എൻ്റെ വീടിന്റെ തെക്കു പടിഞ്ഞാറിൽ നിന്നും ഒരു 4 അടിയോ 5 അടിയോ മാറിയിട്ടാണ് എൻ്റെ ടോയ്ലറ്റ് നിൽക്കുന്നത്, അപ്പൊ കുഴപ്പമുണ്ടോ? അല്ലെങ്കിൽ ഒരു വാസ്തുവിനെ കാണിച്ചു, പുള്ളി പറഞ്ഞു ഒരു 4 അടി കഴിഞ്ഞിട്ട് വെച്ചോളാൻ പറഞ്ഞു, അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ വീടിന്റെ കണക്കെടുക്കുമ്പോൾ അതിനെ കറക്റ്റ് 9 ഡിവൈഡ് ചെയ്യുമ്പോൾ ആ ഡിവൈഡ് ചെയ്യുന്നതിനൊക്കെ ഒരു മെത്തേഡ് ഉണ്ട്. ആ 45 ഡിഗ്രിക്കകത്ത്, അത് മൂലയിൽ വന്നാലും സെൻട്രലിൽ വന്നാലും അതിന്റെ ഉള്ളിൽ എവിടെ വന്നാലും അത് തെക്ക് പടിഞ്ഞാറിലെ ടോയ്ലറ്റ് ആണ്. ഈ ടോയ്ലറ്റുകൾ വീട്ടിൽ ഭാര്യയും ഭർത്താവും തങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളും ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വിവാഹപ്രായമായി എത്തി നിൽക്കുന്ന ആൺകുട്ടികൾക്കായാലും പെൺകുട്ടികൾക്കായാലും വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളും ഈ ടോയ്ലറ്റ് ഉണ്ടാക്കും. അതുപോലെ ഏതൊരു വീടിന്റെയും തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്ന ദിക്ക് ആ വീട്ടിലെ ഗൃഹനാഥയുടെ ദിക്കായിട്ടാണ് ഫെങ്ഷുയിൽ കണക്കാക്കുന്നത്. അപ്പൊ തെക്ക് പടിഞ്ഞാറ് ദിക്കിൽ വരുന്ന ഏതൊരു പ്രശ്നവും ഗൃഹനാഥയെ ബാധിക്കും. അപ്പൊ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇത്തരത്തിലുള്ള പ്രശ്നം വരുമ്പോൾ ഉദര സംബന്ധമായിട്ട് അല്ലെങ്കിൽ യൂട്രസ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് സാധ്യതയുണ്ടെന്നും ഫെങ്ഷുയിൽ പറയുന്നുണ്ട്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളായി? 1, ഗൃഹനാഥയ്ക്ക് ആരോഗ്യ പ്രശ്നമായി. 2, ഭാര്യയും ഭർത്താവിനുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, പിന്നെ ഡൈവേഴ്സ് പോലുള്ള കേസുകളായി. 3, വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളായി. മാത്രവുമല്ല സാമ്പത്തിക പ്രശ്നങ്ങളും ഇത് സൃഷ്ടിക്കും. അപ്പോൾ ഒരു കാരണവശാലും ഏതൊരു വീടിന്റെയും തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്ന കന്നിമൂലയിൽ ടോയ്ലറ്റ് വരാൻ പാടില്ല. ഇനി നമുക്ക് ഫെങ്ഷുയിലെ ചില ടൂളുകൾ നോക്കാം. ഇത് ക്വാൻ കുങ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റാച്യു ആണ്. അതായത് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവായിട്ടുള്ള, അതായത് നിഷേധാത്മകമായിട്ടുള്ള ഊർജത്തിൽ നിന്നും വീടിനെ സംരക്ഷിക്കാനായിട്ട് ഫെങ്ഷുയിൽ ഉപയോഗിക്കുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് ക്വാൻ കിങ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ക്വാൻ കിങ്ങിന്റെ സ്റ്റാച്യു വാങ്ങിക്കുക. അപ്പോൾ ഇതിന്റെ വലുതും ചെറുതുമായിട്ടുള്ള സ്റ്റാച്യു നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇത് വാങ്ങിച്ചിട്ട് പ്രധാന ഡോറിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഡോറിലോട്ട് ഫേസ് ചെയ്ത് ഇതിനെയാണ് വെക്കേണ്ടത്. വളരെ നല്ല റിസൾട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതുപോലെ ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം, ഒരു ബിസിനസ് സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ശരിക്ക് കസ്റ്റമേഴ്സ് നമ്മളിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു ലക്കി കാറ്റ് ഉപയോഗിക്കാം. ഇത് ക്യാഷ് കൗണ്ടറിന്റെ മുകളിലോ അല്ലെങ്കിൽ മെയിൻ ഡോറിന്റെ ഓപ്പോസിറ്റിലോട്ട് വെക്കാം. എന്നിട്ട് എൻട്രൻസിലോട്ട് ഫേസ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.